ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു നോട്ടാണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന പാഠത്തിൽ നിന്ന് നമുക്കൊരു എസ്സേയോ റൈറ്റപ്പോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഒരു സമ്മറിയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ഈസ് എ സ്റ്റോറി വിത്ത് സം എലമെൻറ്റ്സ് ഓഫ് ദ ഓതേഴ്സ് ഓൺ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഈ സ്റ്റോറി ഒരു സാധാരണ കഥയല്ല. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ഇതിലുള്ളത്. It was written by the noted Indian English writer റസ്കിൻ ബോണ്ട്. അപ്പോൾ റസ്കിൻ ബോണ്ട് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു ഇന്ത്യൻ റൈറ്റർ, ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ഇന്ത്യൻ റൈറ്ററാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് റസ്കിൻ ബോണ്ട്. അപ്പോൾ in his childhood, Ruskin Bond lived with his grandfather and grandmother in a village near the town Dera at the foot of the Himalayas. അപ്പോൾ ഈ കുട്ടിക്കാലത്ത് റസ്കിൻ ബോണ്ട് തൻ്റെ ഗ്രാൻഡ് മദറിൻ്റെയും കൂടെ ദറയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഇൻ ദ സ്റ്റോറി ഹി റൈറ്റ്സ് അബൌട്ട് ഹിസ് വണ്ടർഫുൾ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വിത്ത് നേച്ചർ. അപ്പോൾ ഈ ഒരു കഥയിൽ അവൻ്റെ കുട്ടിക്കാലത്തെ ചില അനുഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ കുട്ടി എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ട് തന്നെയാണ്. അവൻ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ കഴിഞ്ഞ സമയത്തുള്ള ചില അനുഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ബോയ് വാസ് റിയലി ഇൻസ്പയർഡ് ബൈ ഹിസ് ഗ്രാൻഡ് ഫാദർ ഹു ലവ്ഡ് നേച്ചർ വെരി മച്ച്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു പ്രത്യേകത, ഗ്രാൻഡ് ഫാദർ ഒരു വലിയ പ്രകൃതി സ്നേഹിയായിരുന്നു. ധാരാളം പക്ഷികളുടെ കൂട്ടത്തിൻ്റെ അവരുടെ താമസ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം നശിപ്പിക്കാതെ നിലനിർത്തിയിരുന്നു. അതുപോലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ധാരാളം ചെടികളും പൂന്തോട്ടമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ കുട്ടി അല്ലെങ്കിൽ റസ്കിൻ ബോണ്ട് വളർന്നത്. Grandfather who loved nature very much. The grandfather cared for the birds and animals in their locality. അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളോടൊക്കെ നല്ലൊരു സ്നേഹം ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. ദ ഓൺലി പ്ലേസ് വേർ ദ ഗ്രാൻഡ് ഫാദർ കുഡ് നോട്ട് റീച്ച് വാസ് ദ ടോപ്പ് ഓഫ് ദ ബനിയൻ ട്രീ. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന് എത്താത്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന ബനിയൻ ട്രീ, ഈ ആൽമരത്തിൻ്റെ മുകളിലാണ്. അവിടെ കുട്ടിക്ക് മാത്രമേ കയറാൻ കഴിയുള്ളായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് ടു ഓൾഡ് ടു എൻജോയ് ക്ലൈംബിങ് ദ ബനിയൻ ട്രീ. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് വളരെ എളുപ്പം ഈ മരത്തിന്റെ മുകളിൽ കയറി പറ്റാൻ പറ്റും. പക്ഷെ ഗ്രാൻഡ് ഫാദറിന് ഈ ഒരു പ്രായത്തിൽ അത് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ബനിയൻ ട്രീ എന്ന് പറയുന്നത് തൻ്റെ ഒരു ഏരിയ ആണെന്ന് കുട്ടി വിചാരിക്കുന്നു. വേറെ ആർക്കും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് മദർ വെരി ഓഫൺ ടീസ്ഡ് ഹിം അബൌട്ട് ഇറ്റ് ആൻഡ് കമ്പയർഡ് ഹിം ടു ദ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, an English woman who died at the age of 117 as she fell down from an apple tree. അപ്പോൾ ഇവിടെ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്ന ഒരു പ്രായമായ ഒരു സ്ത്രീ മരത്തിന്റെ മുകളിൽ നിന്ന് വീണാണ് മരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കഥ പറഞ്ഞ് ഗ്രാൻഡ് മദർ പലപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ പരിഹസിക്കാറുണ്ടായിരുന്നു, കളിയാക്കാറുണ്ടായിരുന്നു. നിങ്ങളും മരത്തിൽ കയറിയാൽ ഇതുപോലെ അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കാം. The boy felt that the top of the banyan tree was his domain where no one can ever reach. വേറെ ആർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് തൻ്റെ ഈ ഒരു സ്ഥലം. അതായത് ബനിയൻ ട്രീയുടെ മുകളിലുള്ള അതിൻ്റെ മരത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അവൻ എൻജോയ് ചെയ്യാറുണ്ടായിരുന്നു. The banyan tree was older than the grandfather, older than the house and as old as the town. ഗ്രാൻഡ് ഫാദറിനെക്കാളും പ്രായമുള്ള ഒരു മരമായിരുന്നു. അത് ഒരുപാട് വർഷം പഴക്കമുള്ള പ്രായമുള്ള ഒരു മരമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അവൻ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുമായിരുന്നു. ഇനി ഈ കഥ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ കഥയിലെ ഇതുവരെ നമ്മൾ പറഞ്ഞത് പൊതുവായിട്ടുള്ള കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 3 പ്രധാന കാര്യങ്ങളാണ് ഈ കഥയിൽ സംഭവിക്കുന്നത്. അതിലൊന്നാണ് ഈ കുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ സ്റ്റുഡന്റ്. ഒരു അണ്ണാൻ കുഞ്ഞുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഈ ഇതിലെ ആദ്യത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത്.
The boy had a friendship with the gray squirrel. The squirrel was afraid of the boy at first, but when it found that the boy had no intention of harming and there was no catapult or air gun in the hand of the boy, it became friendlier. അപ്പോൾ ആദ്യം തന്നെ ഈ അണ്ണാൻ കുഞ്ഞ് കുട്ടിയോട് വലിയ അടുപ്പമാവുകയല്ല ചെയ്തത്. വളരെ വളരെ മെല്ലെ മെല്ലെയാണ് കുട്ടിയുമായിട്ട് അടുപ്പത്തിലാവുന്നത്. ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ചവണയോ അല്ലെങ്കിൽ എയർ ഗണ്ണോ അങ്ങനെ ഉപദ്രവിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. അവൻ്റെ ഉദ്ദേശം തന്നെ ഉപദ്രവിക്കലല്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ ഈ ഒരു സ്ക്വിറൽ കുട്ടിയുമായി ഒരു അടുത്ത ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ later they become very close friends. Later the squirrel became daring enough to jump into his pocket to find food. അത്രയും അടുപ്പം അവർ തമ്മിൽ വരികയാണ്. അതായത് പോക്കറ്റിനുള്ളിലൊക്കെ കയറി ഇരിക്കാൻ മാത്രമുള്ള അടുപ്പം അവർ തമ്മിൽ വരികയും ഈ ഒരു സംഭവത്തെ ഈ സ്ക്വിറലിന്റെ ഫ്രണ്ട്സ് വളരെ സംശയകരമായിട്ടാണ് നോക്കിയത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരനായ ഒരു ജീവിയാണ്. ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് അവർ കണ്ടത്. ദേ ബിലീവ് ദാറ്റ് ദി ഹ്യൂമൻസ് വെർ ഓൾവേസ് അറ്റാക്കിംഗ് ദം വിത്ത് എയർ ഗൺ ആൻഡ് കാറ്റപ്പൾസ്. ദ ബോയ് വുഡ് ഓഫൻ സിറ്റ് ഇൻ ദ ബനിയൻ ട്രീ ആൻഡ് റീഡ് ബുക്സ്. അപ്പോൾ ഈ കുട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വിനോദം എന്ന് പറയുന്നത് ഈ ബനിയൻ ട്രീയിൽ കയറി ഇരിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് പല പുസ്തകങ്ങൾ വായിക്കുക. അപ്പം ധാരാളം പുസ്തകങ്ങൾ ഈ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അവൻ സ്വന്തമായി ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് അവൻ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു പ്രത്യേക സ്ഥലം തന്നെ ഈ മരത്തിൻ്റെ മുകളിൽ ഒരു കുഷ്യനൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ധാരാളം പുസ്തകങ്ങൾ അവൻ വായിക്കുമായിരുന്നു. സംടൈംസ് ഹി വുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. താഴെയുള്ള ആൾക്കാരെ ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇരിക്കും പുസ്തകം വായിക്കാത്ത സമയത്ത്. The boy loved to read adventurous books sitting on the platform he had constructed for himself in the spring season. ഇനി ഒരു കാര്യം പറയുന്നത്, ഈ ഒരു സ്പ്രിംഗ് സീസണിൽ വന്ന ചില മാറ്റങ്ങളാണ്. സ്പ്രിംഗ് സീസൺ ആയപ്പോഴേക്കും ഈ ആൽമരത്തിൽ ധാരാളം ചെറിയ പഴങ്ങൾ ഉണ്ടാവുകയും അത് തിന്നാനായി ധാരാളം പക്ഷികൾ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. ബനിയൻ ട്രീ വാസ് ദി noisiest place in the garden with all sorts of birds and squirrels coming to eat its figs. അപ്പോൾ ധാരാളം പക്ഷികളൊക്കെ അങ്ങോട്ടേക്ക് വന്നു. ഈ ആൽമരത്തിൽ ഉണ്ടാകുന്ന ഒരു കായ് അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പക്ഷികൾ വന്നു. അവരുടെ ഒരു ശബ്ദം എപ്പോഴും അവിടെ കേൾക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്പ്രിംഗ് സീസണിൽ അല്ലെങ്കിൽ വസന്തകാലമായപ്പോൾ അത് ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ഒരു സ്ഥലമായി മാറി ഈ ബനിയൻ ട്രീയുടെ സമീപ പ്രദേശം എന്ന് പറയാം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഈ കഥയിലെ സംഭവം എന്ന് പറയുന്നത് ഒരു ഫൈറ്റാണ്. ഫൈറ്റ് ബിറ്റ്വീൻ എ കോബ്ര ആൻഡ് എ മംഗൂസ്. One day he could see a fierce fight between a snake and a mongoose under the banyan tree. കുട്ടിമരത്തിലിരിക്കുമ്പോൾ അവൻ കണ്ട ഒരു കാഴ്ചയാണ്. It was a hot season. Everyone was staying inside the house, including the grandfather and the grandmother. അപ്പോൾ ചൂടുകാലം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചൂട് കാറ്റ് ഒക്കെ വരുന്ന സമയമാണ്. എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കുന്ന സമയമായിരുന്നു. The boy was sitting on the banyan tree. He saw a snake and a mongoose coming face to face under the tree. അപ്പോഴാണ് അവൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു സ്നേക്കും അതുപോലെ തന്നെ അതിൻ്റെ വിപരീത ദിശയിൽ നിന്ന് ഒരു മംഗൂസും വരുന്നു. അപ്പോൾ നമുക്കറിയാം ഈ സ്നേക്കും മംഗൂസും രണ്ടാളുകളും വലിയ ശത്രുക്കളാണ്. രണ്ടുപേരും കണ്ടുമുട്ടിയാൽ അതിൽ ഒരാളുടെ ജീവൻ തീരുന്നത് വരെ അവിടെ ഒരു ഫൈറ്റ് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയും ശത്രുക്കളാണ് ഈ പാമ്പും കീരിയും. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എ മംഗൂസ് കമ്മിങ് ഫേസ് ടു ഫേസ് അണ്ടർ ദ ട്രീ. ദർ സ്റ്റാർട്ടഡ് എ ഫിയേഴ്സ് ഫൈറ്റ് ബിറ്റ്വീൻ ദം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആരംഭിക്കുന്നു. ഹി വാച്ച് ദ ഫൈറ്റ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് ഫിയർ. കുട്ടി പേടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പോൾ രണ്ടുപേരും നല്ല ഫൈറ്റേഴ്സ് ആണ്. കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫൈറ്ററാണ്. അപ്പോൾ പാമ്പിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഹി കുഡ് മൂവ് വെരി ഫാസ്റ്റ് ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. വളരെ വേഗത്തിൽ തൻ്റെ ശത്രുക്കളെ ആക്രമിക്കാനും കൊല്ലാനും വിഷം ഇഞ്ചക്ട് ചെയ്യാനും ഒക്കെ വളരെ വേഗത്തിൽ ചെയ്യുന്ന ഒരു കഴിവ് പാമ്പിനുണ്ട്. അതുപോലെ തന്നെ മോറോവർ ദ വെനം ഓഫ് ദ കോബ്ര വാസ് ഡെഡ്ലി. അതുപോലെ അതിൻ്റെ പോയിസൺ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ മംഗൂസ് നിസാർക്കാരനല്ല. ദ മംഗൂസ് വാസ് 3 feet ലോങ്. 3 അടി ഉയരമുള്ളെങ്കിലും
അവനൊരു നിസാരക്കാരനല്ല. കോബ്ര ന്യൂ ദാറ്റ് ദ മംഗൂസ് വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. ഇപ്പൊ മംഗൂസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധിപരമായി കളിക്കുക എന്നുള്ളതാണ്. ഈസ് ക്ലെവർ ആൻഡ് അഗ്രസീവ്. അതുപോലെ നല്ല വീറുള്ള വാശിയുള്ള ഒരു ഫൈറ്റർ കൂടിയാണ് ഈ മംഗൂസ് എന്ന് പറയുന്നത്. കോബ്ര റേസ്ഡ് ഹിസ് ബോഡി ആൻഡ് സ്പ്രെഡ് ഹിസ് ഹൂഡ്. അതിന്റെ പത്തിയൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഹി അറ്റാക്ക് ദ മംഗൂസ്. അപ്പോൾ മംഗൂസിന് ഇത്തരം അവസരങ്ങളിൽ ചെയ്യുന്ന ചില വിദ്യകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. മംഗൂസ് ബുഷ് ഡിറ്റ്സ് ടെയിൽ. അതിന്റെ വാല് ഇങ്ങനെ പൊന്തിച്ചു, അതിന്റെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അത് പല പാമ്പിൽ നിന്നൊക്കെയുള്ള അറ്റാക്കിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാ കവചമാണ്. The tail of the mongoose had thick hairs which had saved him from fatal bites on many occasions. അപ്പോൾ ഈ ഒരു മെക്കാനിസം പലതവണ പല അപകടങ്ങളിൽ നിന്നും മംഗൂസിനെ രക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ കാഴ്ച കാണാനായി രണ്ട് സന്ദർശകർ കൂടെ വരികയാണ്. ഒന്ന് ഒരു മൈനയാണ്, രണ്ടാമത്തത് ഒരു ജംഗിൾ ക്രോയാണ്. ഇവർ ഈ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ്. ഇവർ രണ്ടുപേരും പാമ്പിന്റെ ശത്രുക്കൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടുകളിലൊക്കെ പാമ്പ് വന്ന് ആക്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഇവരും ഈ മംഗൂസിന്റെ പക്ഷം ചേർന്ന് നിൽക്കാനാണ് ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. അപ്പോ മൈന ആൻഡ് ജംഗിൾ ക്രോ വെർ വാച്ചിങ് ദ ബാറ്റിൽ. ദേ ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം. എന്താകും എന്നൊക്കെ അറിയാൻ വേണ്ടി അവരിങ്ങനെ നിൽക്കുകയാണ്. ദ കോബ്ര ട്രൈ ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്. അപ്പോൾ കോബ്രയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങോട്ടെങ്കിലും ഒരു തെറ്റായ സൈഡിലേക്ക് മംഗൂസിനെ ചാടിക്കുക, അതിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ബുദ്ധിമാനായ മംഗൂസ് എന്ത് ചെയ്യുന്നു? ഈ കോബ്രയുടെ ഈ കണ്ണുകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ വശീകരിക്കുന്ന കണ്ണുകൾ, മെസ്മറൈസിങ് ഐസ്, അതിന്റെ പ്രത്യേകത അറിയാവുന്നത് കൊണ്ട് മംഗൂസ് അതിന്റെ കണ്ണിലേക്ക് നോക്കിയില്ല. പകരം അതിന്റെ പത്തിയുടെ തൊട്ട് താഴെയുള്ള ഭാഗത്തേക്കാണ് അത് ശ്രദ്ധിച്ചത്. കണ്ണിലേക്ക് നോക്കിയില്ല. ഇറ്റ് വാസ് എ ഫൈറ്റ് ഓഫ് ചാമ്പ്യൻസ്. നോബഡി കുഡ് സേ ഹു വുഡ് വിൻ. ദ ക്രോ ആൻഡ് ദ മൈന ഫ്ലൂ ടുവേർഡ്സ് ദ സ്നേക്ക് ആൻഡ് മംഗൂസ് ടുഗദർ ബട്ട് ദേ കൊളൈഡഡ് വിത്ത് ഈച്ച് അതർ. അതുപോലെ വേറെ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പക്ഷികൾ 3 തവണയായിട്ട് ഒരുമിച്ച് പറന്ന് ഈ പാമ്പിനെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ 2 തവണ അവരെ കൂട്ടിയിടിക്കുകയും തിരിച്ചു പോവുകയും ചെയ്യുന്നു. മൂന്നാമത്തെ തവണ അതിൽ ഒരാൾ മാത്രം അതിൽ പെട്ടുപോകുന്നു. അത് ജംഗിൾ ക്രോയാണ്. അതുകൊണ്ട് തന്നെ പാമ്പിന്റെ കടിയേറ്റ് അത് മരിക്കുകയും ചെയ്യുന്നു. The birds flew towards the site of flight, but they collided again and returned to the cactus plant. The third round, 3-ാം തവണ ഇങ്ങനെ രണ്ട് പക്ഷികൾ പറന്ന സമയത്താണ് വിത്തൗട്ട് കൊളൈഡിങ് ഈച്ച് അതർ, കൂട്ടിയിടിക്കാണ്ട് അവർ മുന്നോട്ട് പോയി. ഇൻ ഹാഫ് വേ ദ മൈന ഡിസൈഡഡ് നോട്ട് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫൈറ്റ്. അപ്പോൾ ഒരു പകുതി ദൂരം പാമ്പിന് അടുത്ത് എത്താറായപ്പോൾ മൈനയ്ക്ക് തോന്നി ഇത് ശരിയല്ല, ഇത് അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് മൈന തിരിച്ചു പോരുകയും, എന്നാൽ ജംഗിൾ ക്രോ ഇത് വകവെക്കാതെ വീണ്ടും മുന്നോട്ട് പോവുകയും ഈ പാമ്പിന്റെ കൊത്തു വാങ്ങുകയും ചെയ്യുകയാണ്. Halfway the myna decided not to participate in the fight and returned to the cactus plant, but the crow flew towards the snake. The cobra whipped its head back and struck with great force. ശക്തമായിട്ട് അതിനെ കൊത്തുകയാണ്. And the crow was killed. But myna did not further interfere in the fight. മൈന അതിൽ ഇടപെടാൻ പോയില്ല. അത് ഈ കാഴ്ച, ഈ ഒരു ഫൈറ്റ് നോക്കിക്കൊണ്ട് മാത്രം നിൽക്കുകയാണ്. ജസ്റ്റ് ഒബ്സർവ് ദ ഫൈറ്റ്. ദ കോബ്ര വാസ് വീക്കൻ. അങ്ങനെ ഓരോ തവണ പാമ്പ് കൊത്തുമ്പോഴും വളരെ തന്ത്രപരമായി ഈ കീരി അതിൻ്റെ എതിർഭാഗത്തേക്ക് ചാടുകയും പാമ്പിൻ്റെ വാലിൽ കടിക്കുകയും മാറി മാറി നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കോബ്ര തളരാൻ തുടങ്ങി. കാരണം കുറേ കടി അതിന് കിട്ടി, തിരിച്ചങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ദ കോബ്ര വാസ് വീക്കനിങ്. ദ മംഗൂസ് ഫിയർലെസ്ലി കണ്ടിന്യൂഡ് ഹിസ് അറ്റാക്ക് ആൻഡ് ഫൈനലി കിൽ ദ സ്നേക്ക്. അപ്പോൾ ഈ പാമ്പ് തളർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ, നേരത്തെ പറഞ്ഞു ഈസ് വെരി ക്ലെവർ, പിന്നെ നേരിട്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് ഈ പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അതിനെ പിടിക്കുകയും പിന്നെ അതിനെ കൊല്ലുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലി കിൽ ദ സ്നേക്ക്. ദ മംഗൂസ് ഡ്രാഗ് ദ സ്നേക്ക് ഇൻ ടു ദ ബുഷസ്. അതിനെ കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. ഇത് കണ്ട് മൈന സന്തോഷിക്കുന്നു. ദ മൈന ഗേവ് എ shrill cry congratulating the mongoose and flew away. The boy got down from the tree and told grandfather of the fight he had seen. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളൊക്കെ ഈ കുട്ടി വീട്ടിൽ ചെന്ന് ഗ്രാൻഡ് ഫാദറിനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വളരെ സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ ഈ മംഗൂസിനെ ഇവിടെ വളർത്തുന്നതിൻ്റെ തന്നെ ഒരു പ്രധാന കാരണം അതാണ്, പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി
എപ്പോഴും മംഗൂസിന് എന്തെങ്കിലും വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ ബാക്കി വരുന്നതൊക്കെ ഗ്രാൻഡ് ഫാദർ കൊടുക്കാറുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് പ്ലീസ്ഡ് ടു ഹിയർ ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. ഗ്രാൻഡ് ഫാദർ ഹാഡ് എൻകറേജ് ദ മംഗൂസ് ടു ലിവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ സ്നേക്സ്. ഹി ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. അപ്പോൾ കിച്ചണിൽ നിന്നുള്ള ബാക്കി ഭക്ഷണങ്ങളൊക്കെ ഈ മംഗൂസിന് നൽകിക്കൊണ്ട് അതിനെ അവിടെ തന്നെ നിലനിർത്തിയിരുന്നു ഗ്രാൻഡ് ഫാദർ, കാരണം പാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. He never tried taming it because he knew that wild mongoose was more useful than a domesticated one. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ ഒരിക്കലും അതിനെ ടൈം ചെയ്യുക, ടൈം എന്ന് വെച്ചാൽ മെരുക്കുക, ഇണക്കുക, അതിനെ ഇണക്കി ഒരു വീട്ടിൽ വളർത്തുന്ന കീരിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അതിന് വീര്യം കുറയും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വൈൽഡ് മംഗൂസായിട്ട് തന്നെ അതിനെ വളരാൻ അനുവദിക്കുകയാണ് ഗ്രാൻഡ് ഫാദർ ചെയ്തത്. ഇനി മൂന്നാമത്തെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ലവ് സ്റ്റോറി ബിറ്റ്വീൻ എ ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് ഫാദർ മേടിച്ചു കൊണ്ടുവന്ന ഒരു വെള്ള എലിയും ഒരു അണ്ണാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രാൻഡ് ഫാദർ ഹാഡ് ബോട്ട് എ വൈറ്റ് റാറ്റ് ഫ്രം ദ മാർക്കറ്റ്. ഇറ്റ് ഗ്രോ ഫ്രണ്ട്ലി വിത്ത് ദ സ്ക്വിറൽ. ടുഗദർ ദ വെന്റ് ഓഫ് ലിറ്റിൽ എക്സ്കർഷൻസ് അമംഗ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ. അപ്പോൾ അവർ രണ്ടുപേരും വളരെ ഫ്രണ്ട്ലി ആവുകയും ഉടൻ തന്നെ ഈ അണ്ണാൻ കുഞ്ഞ് ഒരു കൂടുണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഡ്രേ എന്ന് പറഞ്ഞാൽ ഈ അണ്ണാൻ്റെ കൂടിനെയാണ് നമ്മൾ ഡ്രേ എന്ന് പറയുന്നത്. സൂൺ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ടു മേക്ക് എ ഡ്രേ. വൈൽ സെർച്ചിങ് ഫോർ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് നീഡിൽ ദ ബോയ് ഫൗണ്ട് എ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. അപ്പോൾ ഒരു ദിവസം ഈ വീട്ടിലെ തയ്ക്കുന്ന തുണിയും സൂചിയും ഒക്കെ കാണാതെ പോകുന്നു. അത് തെരഞ്ഞ് നടക്കുമ്പോഴാണ് കുട്ടി ഇങ്ങനെ മരത്തിൻ്റെ പൊത്തിൽ എന്തോ ഒരു സാധനം മിന്നുന്നത് കണ്ടു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അത് സൂചിയാണെന്ന് മനസ്സിലായി. അതിനുള്ളിലേക്ക് നോക്കിയപ്പോൾ വെൻ ഹി ലുക്ക്ഡ് ഇൻസൈഡ് ഹി ഫൗണ്ട് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഇൻ ദ ഹോൾ ഓഫ് ദ ബാനിയൻ ട്രീ. അപ്പോൾ സാധാരണഗതിയിൽ ഗ്രേ കളറാണ് സ്ക്വിറൽസിന് വരാറ്. പക്ഷെ ഇവിടെ സംതിങ് ഡിഫറെൻറ്റ്. കാരണം ഹിയർ ഈ ഒരു വെള്ള അണ്ണാൻ ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ യൂണിയൻ ഓഫ് എ വൈറ്റ് റാറ്റ് ആൻഡ് എ ഗ്രേ സ്ക്വിറൽ. അപ്പോൾ ഇവിടെ ഗ്രാൻഡ് ഫാദർ പറയുകയാണ് ഹി ഫൗണ്ട് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് ഇൻ ദ ട്രീ, ഓൾ ഓഫ് ദം വൈറ്റ് ഇൻ കളർ ലൈക്ക് ദർ ഫാദർ ദ വൈറ്റ് റാറ്റ്. അപ്പോൾ വൈറ്റ് റാറ്റ് തന്നെ ആയിരിക്കണം ഇവരുടെ ഫാദർ എന്ന് ഇവിടെ ഗ്രാൻഡ് ഫാദർ പറയുകയാണ്. കാരണം ഈ അണ്ണാനും അതുപോലെ എലിയും ഒരേ ഫാമിലിയിൽ പെടുന്ന ജീവികളായതുകൊണ്ട് അവയ്ക്ക് തമ്മിൽ ചേരാനും അതുപോലെ ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സമ്മറി എല്ലാവരും പഠിക്കുക. കാരണം നമുക്ക് ഈ പാഠത്തിൽ നിന്ന് ഒരു എസ്സേയോ കാര്യങ്ങളോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതിലെ ഏത് പ്രധാന സംഭവത്തെക്കുറിച്ചും നമുക്ക് പറയാനും എഴുതാനും അതുപോലെ മറ്റു ഡിസ്കോഴ്സസിനും ഒക്കെ നമുക്ക് സഹായിക്കുന്നതാണ് ഈ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമ്മറി എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.